ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ്. ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഇവരുടെ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ക്യാമ്പുകളിലുള്ളവർക്ക് കൗൺസിലേഴ്സിന്റെ സേവനം കൂടെ ലഭ്യമാക്കും. വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ പേരെയും ചേർത്ത് പിടിക്കാൻ ഒരുങ്ങുകയാണ് കേരള സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ്. ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയവരെ ബോർഡിന്റെ നേതൃത്വത്തിൽ സംരക്ഷിക്കുമെന്ന് ചെയർമാൻ എൻ അലി അബ്ദുള്ള കോഴിക്കോട് പറഞ്ഞു. ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളിലായുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾ, വൃദ്ധർ, അഗതികൾ തുടങ്ങിയവരെ സംരക്ഷിക്കാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസമടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും ഓർഫനേജ് കൺട്രോൾ ബോർഡ് സജ്ജമാണ്. പ്രായപരിഗണന കൂടാതെ എല്ലാവരെയും സംരക്ഷിക്കാൻ OCVക്ക് കഴിയും. അത് വയനാട് ജില്ലകളിലെ ക്ഷേമസ്ഥാപനങ്ങൾ മതിയാകാതെ വരുമ്പം കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കും മലപ്പുറത്തേക്കും കൂടി ആ സേവന ശൃംഖല ഒന്ന് വികസിപ്പിച്ചാൽ ബാക്കി വരുന്ന എല്ലാ ആളുകളെയും അവർക്ക് ആശ്വാസം കിട്ടും വിധം വിന്യസിക്കാനാകുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. വയനാടിന് പുറമെ ഉരുൾപൊട്ടലടക്കമുള്ള കെടുതികൾ അനുഭവിക്കുന്ന അർഹരായ എല്ലാവർക്കും സംരക്ഷണം നൽകാനാണ് ബോർഡിന്റെ തീരുമാനം. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ താൽപര്യത്തിനനുസരിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ അവസരം നൽകും. കൂടാതെ ഹോം കെയർ പദ്ധതിയും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൗൺസിലേഴ്സിന്റെ സേവനം കൂടെ ലഭ്യമാക്കുമെന്നും ഓർഫനേജ് കൺട്രോൾ ബോർഡ് അറിയിച്ചു. മറ്റു ജില്ലകളിൽ സേവനം ചെയ്യുന്ന കൗൺസിലർമാരെ ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യാനുസരണം വയനാടിന് വിട്ടുനൽകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.